ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻസേർട്ട് എന്നുള്ളൊരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഡിലീറ്റ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് സെല്ല് ഫോർമാറ്റ് ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സെല്ല് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സെല്ല് ഇൻസേർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് 2 മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സെൽസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന കേസസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചിലപ്പോൾ ചില സെൽസിനെ മേർജ് ചെയ്തിട്ടുണ്ടാകും. ആ മേർജ് ചെയ്ത സെക്ഷൻസിലാണ് നമുക്ക് സെൽസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ അല്ലാതെ ഒരു വളരെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഷീറ്റിൽ പോയിട്ട് സെല്ലിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ യാതൊരു ചേഞ്ചും കാണില്ല. ഇൻ കേസ് അവിടെ സെല്ല് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ചേഞ്ച് വന്നതുപോലെ ആയിട്ട് കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും സെൽസിനെ ഇൻസേർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആ മേർജ് ചെയ്ത ഒരു ഭാഗത്താണ് അധികവും നമുക്ക് സെൽസിനെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സ്പേസ് എടുത്തിട്ട് വേണം ആ ഒരു പ്രാക്ടീസ് നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അവിടെ വിസിബിൾ ആകുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തരത്തിലാണ് സെൽസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സെൽസ് എന്നുള്ള ഒരു ടാബിലോട്ട് പോകാവുന്നതാണ്. അതായത് ഹോം ടാബ് എടുക്കുന്നു, ഹോം ടാബ് എടുത്തതിന് ശേഷം സെൽസിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് റിബണിൽ, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻസേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് സെല്ലുണ്ട്, ഇൻസേർട്ട് ഷീറ്റ് ഉണ്ട്, ഇൻസേർട്ട് കോളംസ് ഉണ്ട്, ഇൻസേർട്ട് കോളംസും റോസും എല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കോളംസും റോസും മൗസ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി മെത്തേഡ്സ് വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ടാബ് യൂസ് ചെയ്തിട്ട്, അതായത് ഹോം ടാബിലൂടെ സെൽസ് എന്നുള്ള റിബണിലോട്ട് പോയതിന് ശേഷം ഇൻസേർട്ട്, ഡിലീറ്റ്, അതുപോലെ തന്നെ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സെൽസ് ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ്ലി പറഞ്ഞ ഓരോ ഓപ്ഷനെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, ആ ഒരു മെത്തേഡ് കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യണമെന്നാണെങ്കിൽ, എനിക്ക് ഏത് ഭാഗത്താണോ സെല്ല് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ലിനെ ഞാൻ മേർജ് ചെയ്തിട്ടുള്ള സെല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻസേർട്ട് സെല്ല് എന്ന് കൊടുക്കുന്നുണ്ട്. ഇൻസേർട്ട് സെല്ല് എന്ന് കൊടുത്തപ്പോൾ എനിക്കിവിടെ ഒരു ഡയലോഗ് ബോക്സ് പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡയലോഗ് ബോക്സിൽ എനിക്ക് സെല്ലിനെ ഒന്നുകിൽ ഡൗൺ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണെങ്കിൽ റൈറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സെല്ലിന് താഴോട്ട് ഷിഫ്റ്റ് ആകുന്നതാണ്, അതായത് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കണ്ടോളൂ കേട്ടോ. ഇപ്പോൾ ഡൗൺ ആയിട്ട് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എനിക്ക് വീണ്ടും ഒരു സെല്ലിനെ കൂടെ ഇൻസേർട്ട് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ വീണ്ടും ഇൻസേർട്ട് സെല്ലിൽ നിന്ന് എടുത്തതിന് ശേഷം എനിക്ക് റൈറ്റ് സൈഡിലോട്ടാണ് സെൽസിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ല് ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു റോനെ ഇൻസേർട്ട് ചെയ്യണം. റോ ഇൻസേർട്ട് ചെയ്യണമെന്നാണെങ്കിൽ എനിക്ക് ഏത് ഭാഗത്താണോ റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ മൗസിനെ സെലക്ട് ചെയ്ത് വെക്കുക. എനിക്ക് ഫസ്റ്റ് ഏറ്റവും ഈ ഒരു ഷീറ്റിൻ്റെ ബിഗിനിങ്ങിലായിട്ടാണ് എനിക്ക് ഒരു റോ വേണ്ടത് എന്നാണെങ്കിൽ ഞാൻ 1 എന്നുള്ള റോ ആണ് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. എൻ്റെ റോ സെലക്ട് ചെയ്യണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു നെക്സ്റ്റ് റോനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇൻസേർട്ട് ഷീറ്റ് റോ എന്ന് കൊടുത്തു. എനിക്കിവിടെ ഒരു റോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു കോളം ജനറേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ, എനിക്ക് ഈ ഒരു ഷീറ്റിൻ്റെ ബിഗിനിങ്ങിലായിട്ടാണ് ഒരു കോളം വേണ്ടത് എന്നാണെങ്കിൽ ഞാൻ എ എന്നുള്ളൊരു കോളം ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഷീറ്റ് കോളം എന്ന് കൊടുത്തു. ഓക്കെ, ഇൻസേർട്ട് ഷീറ്റ് കോളം എന്ന് കൊടുത്തപ്പോൾ എനിക്കിവിടെ കോളം ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കൊരു ഷീറ്റിന് ജനറേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ, എനിക്കൊരു പുതിയ ഷീറ്റിന് എടുക്കണമെന്നാണെങ്കിൽ
നമുക്ക് 2 മെത്തേഡിലൂടെ എടുക്കാം. ആക്ച്വലി 3 മെത്തേഡ് വരുന്നുണ്ട്. ഒരു മെത്തേഡ് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മെത്തേഡ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മറ്റ് 2 മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഷിഫ്റ്റ് F11 എന്ന് കൊടുക്കുകയാണെങ്കിൽ പുതിയൊരു ഷീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആ ഷീറ്റ് ജനറേറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഇവിടെ ഷീറ്റ് 4 എന്ന് പറയുന്ന ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഒരു ഷീറ്റ് കൂടെ എനിക്ക് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ വേറൊരു മെത്തേഡിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പുതിയൊരു ഷീറ്റ് കൂടെ ജനറേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ ഇൻസേർട്ട് ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു ഷീറ്റ് ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. ഷീറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ഷീറ്റ് 5 എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു നെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റീനെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഷീറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് സെൽസ് ഇൻസേർട്ട് ചെയ്യുന്നത്, റോ ഇൻസേർട്ട് ചെയ്യുന്നത്, കോളം ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസേർട്ട് ചെയ്ത എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഡിലീറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിലീറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് സെൽസിനെ തന്നെയാണ്. ഓക്കെ, എനിക്ക് ഇവിടെ പുതിയൊരു സെല്ലിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സെല്ലിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഞാൻ ഡിലീറ്റ് സെൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സെൽസ് ഡിലീറ്റ് ആവുന്നതാണ് കേട്ടോ, കണ്ടോളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെൽസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം, എനിക്ക് റോ ഡിലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് റോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഡിലീറ്റ് എടുക്കുന്നു, എന്നിട്ട് ഡിലീറ്റ് റോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോ എന്തായിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു കോളത്തിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കോളത്തിനെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു കോളത്തിനെ എൻറ്റയർ ആയിട്ട് സെലക്ട് ചെയ്യുക. എൻറ്റയർ കോളം സെലക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഞാനിവിടെ വേറെ കോളംസ് ഒന്നും സെലക്ട് ചെയ്യാത്തത്, ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോളം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചാൽ പോലും അവിടെ ഒരു റിസൾട്ട് വിസിബിൾ ആകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കോളം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് കോളം എന്ന് കൊടുത്തപ്പോൾ ഇവിടുത്തെ കോളം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷീറ്റ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷീറ്റ് 5 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഷീറ്റ് 5 സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷീറ്റ് ഡിലീറ്റ് ആവുന്നതാണ്. വീണ്ടും ഇവിടെ എക്സ്ട്രാ ഷീറ്റ്സ് ഞാൻ കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഏത് ഷീറ്റാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഷീറ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. വീണ്ടും എനിക്ക് എങ്ങോട്ട് പോകണം, എനിക്കിപ്പോൾ എൻ്റെ പ്രീവിയസ് പ്രോപ്പർട്ടീസ് ഓഫ് സെൽ എന്നുള്ള ഭാഗമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഷീറ്റിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് പ്രോപ്പർട്ടി, ഡിലീറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ റോ, കോളം അല്ലെങ്കിൽ ഷീറ്റ് എല്ലാം ഫോർമാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.